ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി റമീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചു. അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ കുറിപ്പൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ നിരന്തരമായിട്ട് മതം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ദേഹോപദ്രവമൊക്കെ ചെയ്തെന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് ഇത് ലവ് ജിഹാദ് ആണെന്നാണ്. പക്ഷെ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല 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 എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ഉണ്ട് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ, അങ്ങ് പൂഞ്ഞാറിലെ സ്വന്തം നമ്മുടെ പി സി അണ്ണൻ്റെ മീനച്ചിൽ താലൂക്കിൽ 400-ൽ പരം പെൺകുട്ടികൾ പോയെന്നാണ് പറയുന്നത്. ഇതുവരെ ഒരാളെ പോലും തിരിച്ച് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ള വല്ല അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് അയച്ചേക്കുക. അപ്പം ഈ ആശാൻ്റെ മകനുണ്ടല്ലോ ഷോൺ ജോർജ് നമ്മുടെ ജഗതിയുടെ മകളെ കിട്ടുന്നതിന് മുമ്പേ മാമോദിസയൊക്കെ മുക്കി ആ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് വിവാഹം ചെയ്തത്. അല്ലെങ്കിൽ പി സി അണ്ണൻ 7 അയലത്തോലും അടുപ്പിക്കത്തില്ല. കാരണം ഇദ്ദേഹം നല്ലൊരു വിശ്വാസിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുറമെ ഇങ്ങനെ മതേതരത്വമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഉള്ളിൽ ആ സാധനം കിടപ്പുണ്ടെന്നേ. ഛത്തീസ്ഗഡിൽ 2 ക്രൈസ്തവ സഹോദരിമാരെ പിടിച്ച സമയത്ത് തുറന്ന് ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഒരു വിഴുപ്പ് പാണ്ഡവാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിലെ കാസായെ പിന്തുണയ്ക്കുന്ന കുറെ മതപുരോഹിതന്മാരും എല്ലാം വന്ന് പറഞ്ഞത് എന്താണെന്നല്ലത് നമ്മൾ കേട്ടതല്ലേ. അവിടെ പോയി മതപരിവർത്തനം നടത്തിയാൽ തല്ലുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ കോതമംഗലത്ത് മരണപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാരും ചിരിക്കരുതെന്നുള്ളത്. കാരണം ലവ് ജിഹാദിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ള അപ്പൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് യോഗ്യനാണ് കേട്ടോ, നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മതേതരവാദിയല്ലേ. അതുകൊണ്ടാണല്ലോ ജഗതിയുടെ മകളെ മാമോദിസ മുക്കി കല്യാണം കഴിച്ചത്. മതേതരവാദി അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജഗതിയുടെ മകൾ ഹിന്ദു മതത്തിലും ഷോൺ ഈ പറയുന്ന ക്രൈസ്തവ മതത്തിലും ആയതിനെ. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടുമായിട്ട് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ സുരേഷ് ഏട്ടൻ്റെ ഈ വോട്ടുമുക്കൽ എങ്ങനെയെങ്കിലും ഒന്ന് മായ്ച്ചു കളയാൻ വേണ്ടി ഈ ഒരു വിഷയം കേന്ദ്ര തലത്തിൽ വരെ എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. കാരണം ലവ് ജിഹാദ് കേരളത്തിൽ ശക്തമാണ്. അതുകൊണ്ട് NIA അന്വേഷിക്കണം, കേന്ദ്രം അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിൽ വലിയ തീവ്രവാദ ശക്തികളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് നമ്മുടെ ഒരു സഹോദരൻ നല്ല കിണ്ണം കാച്ചി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഷോൺ ജോർജ് ഇല്ലേ, ഇനി കേക്കും വീഞ്ഞും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും പോകും എങ്ങോട്ട് മറ്റേ സ്ഥലത്തോട്ടെ പോകുമെന്നാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് സഹോദരൻ കൊടുക്കുന്ന മറുപടിയും നമുക്ക് ഷോൺ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് കേൾക്കണ്ടേ. അപ്പോൾ പോവാം. ഇനിയും കേക്കുമായി പോവും, ഒരു സംശയം വേണ്ട. ഇനിയും കേക്കുമായി ഞങ്ങൾ ക്രിസ്മസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കേക്കുമായിട്ട് പോകും. കേക്കുമായി ചെല്ലേണ്ടെന്ന് പറഞ്ഞ ക്ലീമിസ് പിതാവ് അല്ലേ പറഞ്ഞത്. ക്ലീമിസ് പിതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ സ്വീകരണത്തിൽ, അതായത് നമ്മുടെ കത്തോലിക്ക ബാവയ്ക്ക് നടത്തിയ സ്വീകരണത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് അത്താഴം കഴിച്ചത്. എന്താ കുഴപ്പം? അദ്ദേഹത്തെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഇനി ഞങ്ങൾ പറയട്ടില്ലേ, ക്രിസ്മസിന് കേക്കുമായിട്ട് പോവും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം. കോതമംഗലത്ത് സോനയുടെ ആത്മഹത്യയിൽ മതപരിവർത്തനം ആരോപിച്ച് സിറോ മലബാർ സഭ. ഛത്തീസ്ഗഡിലല്ല, ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തനം കോതമംഗലത്താണ് എന്നും സഭ പറയുന്നു. കോളേജ് കാലത്തെ അടുപ്പമാണ് സോനയും റമീസും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത്. ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിച്ചതും. ഇപ്പോൾ ഷോൺ ജോർജ് BJP നേതാവ് ടെലിഫോണിലാണ്. ഷോണ്, നിർബന്ധിത മതപരിവർത്തനം എന്ന് ആരോപിച്ചത് കുടുംബം തന്നെ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ കഴിഞ്ഞ കുറെ നാൾ, ഞാൻ ഈ ഒരാഴ്ചക്കിടയിൽ മാത്രം കൊട്ടാരക്കരയിൽ, നിലമ്പൂർ, ഇത് ഉൾപ്പെടെ 3 വിഷയങ്ങളാണ് ഈ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പുറത്തു പറയാൻ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം സംഘടിതമായി ആക്രമിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. 2018 ഈ വിഷയം ഉന്നയിച്ചൊരു വ്യക്തിയാണ് എൻ്റെ പിതാവ് ശ്രീ PC ജോർജ്. കേരളത്തിലെ എല്ലാ മുന്നണികളും അന്ന് അദ്ദേഹത്തെ എതിർത്ത് ഇത്തരത്തിലൊരു കാര്യമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇന്നുവരെയും ഭരണഘടനാപരമായിട്ടോ അല്ല നിയമപരമായിട്ടോ എവിടെയും എഴുതി ചേർത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കുട്ടി സോന എന്ന് പറയുന്ന ഈ കുട്ടിയെ നിർബന്ധമായി അതിനെ ആദ്യം അടിമാലിയിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ നിന്നും അതിനെ പാനായിക്കുളത്തേക്ക് കൊണ്ടുപോയി. പാനായിക്കുളത്തുകൊണ്ട് വീട്ടിൽ പൂട്ടിയിട്ട് ആ ചെറുപ്പക്കാരനും വീട്ടുകാരും അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് ആ കുട്ടിയെ മർദ്ദിച്ച് അതിനുശേഷം ആ കുട്ടി ആങ്ങളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുട്ടി ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഇനി കേരളത്തിൽ ആവർത്തിച്ചുകൂടാ. ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇല്ല എന്ന് ഇവർ പറയുന്നത്? ഇവിടെ എല്ലാ പ്രത്യേകിച്ച് കോൺഗ്രസും CPM ഇത് മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ രാജ്യവിരുദ്ധ ശക്തികൾ മനഃപൂർവ്വമായി നിർബന്ധിത മതം മാറ്റത്തിന് വേണ്ടി ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ രാജ്യത്ത്, ഈ നാട്ടിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അതിന് ഏറ്റവും വലിയ താവളമായി കേരളം മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അവിടെ പെങ്ങളുടെ മോളാണ്. എന്നെ അച്ഛൻ വിളിച്ച് മിനിഞ്ഞാന്ന് പരാതി കൊടുക്കും. പക്ഷെ പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ പ്രശ്നം പറയുന്നത് ഇതിന് എന്ത് പറഞ്ഞ് പരാതി കൊടുക്കും? നിയമപരമായി നോക്കുമ്പോൾ അവരുടെ ഇഷ്ടപ്പെടുന്ന ആളുകൂടെ പോവാം. 3 4 വർഷം കഴിയുമ്പോൾ മതം മാറ്റപ്പെട്ട് പൊന്നാനിയിൽ കൊണ്ട് 2 വർഷം മതം മാറ്റപ്പെട്ട് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ എത്ര മോശമായ പ്രവണതയിലേക്ക് രാജ്യത്ത് അത്രയും മോശമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത് ഈ നാട്ടിൽ നാട്ടിൽ ഉണ്ടായിക്കൂടാ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് 10 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികളും കൂട്ടുനിൽക്കുന്ന പ്രവണത രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചു. ഇനി നമുക്കെല്ലാം പദ്ധതികളുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിച്ച് ഈ നാട്ടിലെ പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും സാഹചര്യം വളരെ ഗൗരവമായി മാധ്യമങ്ങളും മതസംഘടനകളും എല്ലാവരും ഈ പ്രവണത ഈ നാട്ടിൽ. അപ്പൊ കേട്ടല്ലോ, ഇതാണ് ഇവറ്റകളുടെ ഒരു നിലപാട്. ഇനി ഇതിന് നമ്മുടെ ഒരു സഹോദരൻ കൊടുക്കുന്ന ഒരു ആറ്റം മറുപടി ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടോ. ക്രൈസ്തവരുടെ ആശങ്ക മാറ്റാൻ വേണ്ടി BJP ഷോൺ ജോർജിനെ ചുമതലപ്പെടുത്തി. അടിപൊളി. ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആശങ്കനെ തന്നെ ആശങ്ക മാറ്റാൻ ചുമതലപ്പെടുത്തിന്. എനിക്ക് ക്രൈസ്തവരോട് ഒരു കാര്യം പറയുള്ളൂ, നിങ്ങൾ BJPനെ നമ്പുവോ നമ്പാതിരിക്കോ നിങ്ങൾ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഈ കാസാക്കൂസനെ നമ്പിക്കഴിഞ്ഞാൽ ഇവൻ നിങ്ങളെ ഊമ്പ്രിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പ്രിക്കും, നല്ല കേമായിട്ട് ഊമ്പ്രിക്കും. അയ്യോടാ കുട്ടാ, ഇതെന്തുകൊണ്ട് പറയാൻ യോഗ്യൻ ഇവനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവുമായിട്ട് സ്നേഹിച്ചു പോയി. ആ പെൺകുട്ടിയെ മതം മാറ്റണം എന്ന് നിരന്തരം ആ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തി. അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്ന് 2 ദിവസത്തിന് ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അത് നമുക്ക് സങ്കടകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഇനി ഒരു സോനമാരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതും 100% അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതൊക്കെ പറയാനായിട്ടുള്ള മിനിമം യോഗ്യത, ക്വാളിറ്റി ഈ പറയുന്ന ഊളയ്ക്കുണ്ടോ? കഴിഞ്ഞ 5 മാസത്തിന് മുമ്പ് ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ പോയി മഫ്തയൊക്കെ ഇട്ടുകൊണ്ട് അമ്പലത്തിൽ നിന്ന് വിവാഹം ചെയ്ത ഫോട്ടോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? കഴിഞ്ഞ മാസം ആ പെൺകുട്ടി ജീവനും കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഓടി നാട്ടിൽ വന്ന് അവരുടെ മാതാപിതാക്കളോട് സത്യം തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് അവർ ആ പെൺകുട്ടിയെ സ്വീകരിച്ചു. അതിപ്പോൾ ഗൾഫിലേക്ക് പോയി, ജോലിക്ക് പോയി. അതുകൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടു. നമ്മൾ അറിയാതെ പോകുന്ന എത്ര സംഭവങ്ങളുണ്ട്. ഈ നാട്ടിൽ മുസ്ലിം പെൺകുട്ടികൾ പ്രണയിച്ച് ഹിന്ദുവിനോടോ ക്രൈസ്തവനോടോ പോയി കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ജിഹാദിലും പെടത്തില്ല. മറിച്ചാണെന്നുണ്ടെങ്കിൽ ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇപ്പം ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു വിഷയത്തെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടി BJP എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം കിണഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പം ഇവരെല്ലാം കൂടെ ഈ വടിയും കുടയെടുത്തുകൊണ്ട് ആ പാവം പിടിച്ച് ആ വീട്ടിലോട്ട് ചെല്ലുന്നത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇത് ചെയ്തിട്ടുള്ള ആ നാറിനെയും ആ കുടുംബത്തെയും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അതങ്ങനെ തന്നെ ഉണ്ടാകണം. ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു ദുരനുഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇതൊന്നും പറയാനുള്ള യോഗ്യത ഈ പറയപ്പെടുന്ന ആൾക്കാർക്കോ ഈ പ്രസ്ഥാനത്തിനോ ഇല്ല എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.